മൂന്നാറൊക്കെ പോയിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി. സബർജലിത്തോട്ടാണോ? വിമൽ സാർ ഇപ്പഴും അവിടെ തന്നെ നിക്കാണ്. നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ വിമൽ സാർ ഇപ്പൊ മാറി. ഞാനൊരു അമ്പലത്തില് ഒരു ഉത്സവത്തില് ഒരു പരിപാടിക്ക് പോയിട്ട് ഞാൻ സ്റ്റേജ് ഇരുന്ന് കഴിഞ്ഞാല് പ്രേമത്തില് ജാവാ സാറിന് എവിടെ പോയാലും സീരീസ് ഓഫ് ഗുഡ് ഫിലിംസും ഗുഡ് ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രേമത്തിന് ശേഷം ഇത്തരം ഓളം ഉണ്ടാക്കിയൊരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ അടുത്ത ആളെ ചെയ്യും. ഞാൻ ഒരു 3 മാസം 4 മാസം എന്നെ കാണാണ്ടിരുന്നു കഴിഞ്ഞാല് ഞാൻ എന്ന് പറഞ്ഞ നടനെ ഇല്ലാണ്ടായി പോകും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോൾ എടുക്കാൻ പറ്റില്ല. പക്ഷെ ബ്രൂട്ടലി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. തിരക്കഥ നന്നാവുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നന്നാവും. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ അത്ര നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ആട്ടമാണ് റീസെന്റ് ചെയ്ത്. അതിന് മറ്റേ ദേശീയ അവാർഡ് കിട്ടി ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള. ചിലപ്പോ സ്പിരിറ്റ് ഉണ്ടാവും, മോശം സ്പിരിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. മറ്റേ സാരി ഉടുത്ത് വരുന്ന പരിപാടിയൊന്നും എന്തായാലും ഇല്ല. ഒട്ടിക്കൂടെ ആളുകള് വെള്ള സാരിയെ കൊടുത്ത് കറങ്ങിയത്. ഞാൻ കഞ്ചാവ് കടത്തുന്ന ആളോ അല്ല, ഞാൻ കഞ്ചാവ് മാഫിയയിൽപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്റെ കൂട്ടുകാർ കോമഡിയാണ്. ഈ പോക്ക് കള്ളോടി കുടിക്കൂലെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായല്ലോ, എന്നെ ശരിക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ഇദ്ദേഹം ഒരു വേഴ്സറ്റൈൽ ആക്ടർ ആണ് എന്ന് തന്നെ ഞാൻ പറയും. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. തരുന്ന വർക്ക് 101% എന്താ പറയാ, സത്യസന്ധതയോടെ നീതി പുലർത്തുന്ന നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട നമ്മുടെ ഇഷ്ടതാരമായ വിനയ് ഫോർട്ട്. നമസ്കാരം ചേട്ടാ. ഈ ഒരു വിചാരം ഉണ്ടല്ലോ, ഈ ഒരു കെന്ന പറഞ്ഞ പോലെയുള്ള ഒരു പരിപാടി ഈ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇല്ല, എനിക്ക് ചേട്ടനിൽ അതാണ് മനസ്സിലായത്. ഇപ്പൊ ചേട്ടൻ വരുമ്പോ തന്നെ നമ്മൾ ഒരാൾ വ്യക്തിനെ കിട്ടുമ്പോഴാണല്ലോ കൂടുതൽ പഠിക്കുന്നത്, ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ എനിക്കിപ്പം പഠിച്ചതിലും കണ്ടതിലൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. വേഴ്സറ്റൈൽ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 2009 സിനിമാ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചത്. അതിന് മുന്നേ തിയേറ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ 2009 to 2025 സംശയത്തില് എത്തി നിൽക്കുകയാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരു ലോങ് ജേർണിയാണ്. അതെന്ന് വെച്ചാൽ അത്ര നിസ്സാരം. നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ നമുക്ക് പിന്നെങ്കിലും നമുക്ക് നിൽക്കാം, ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ ഒരു കലാരംഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്രയും കോമ്പറ്റീഷൻ ആയിട്ട് നടക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടെ കാണുന്ന സിനിമാ രംഗത്ത് ഇത്രയും വർഷം അത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നല്ല സബ്ജക്ട് തേടിയെത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പൊ എങ്ങനെയാണ് സംശയത്തിലേക്ക് വന്നത്? അതോടൊപ്പം തന്നെ നമുക്ക് അത് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സംശയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ആലോചിച്ചു കഴിഞ്ഞപ്പോ, ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുമ്പോ ഞാൻ ആലോചിച്ചാണ്. സംശയം ഏതാണ്ട് അറൗണ്ട് എ ഇയർ ആയി ഞാൻ ഷൂട്ട് ചെയ്തിട്ട്. സംശയം എന്ന് പറയുന്ന സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ലീഡ് റോള് വേറെ പടം ചെയ്തിട്ടില്ല. ലീഡ് റോള് വേറെ സിനിമ, അതായത് ഈ സിനിമയുടെ ഒരു പ്രോസസ്സിൽ ഞാൻ കൂടെ നിന്നിരുന്നു. സിനിമ കഴിഞ്ഞു, അപ്പൊ അതിന്റെ മറ്റേ എഡിറ്റും പരിപാടിയൊക്കെ ഉള്ളപ്പോ നമ്മൾ ആ സിനിമയുടെ കൂടെ തന്നെ ഇരുന്നിരുന്നു. നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള സിനിമകള് നമ്മളിങ്ങനെ സ്ട്രൈക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുകയും ഇത് ആളുകൾ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരു ട്രിപ്പിലായി പോകും പലപ്പോഴും. അങ്ങനെ ഞാൻ വേറെ സിനിമകൾ ചെയ്തു. ഇപ്പൊ ഞാൻ ഓടും കുതിര ചാടും കുതിര ഫഹദ് ഫാസിലിന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംശയം എനിക്ക് എവിടെയോ ഭയങ്കര ഡീപ്ലി കണക്റ്റഡ് ആണ്. ഈ തമാശയൊക്കെ എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ലീഡ് റോൾ ചെയ്ത സിനിമകൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കണ്ട സിനിമ തമാശ. അപ്പൊ തമാശയൊക്കെ കണ്ട ഒരു ഓഡിയൻസിന് ഈ സംശയം ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തമാശയിൽ എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഒരു വ്യക്തിയാണ് രാജേഷ് രവി. രാജേഷാണ് സംശയം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥ എഴുതിയാൽ സനു എന്ന് പറഞ്ഞൊരു കോറൈറ്റർ കൂടെയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ എഴുതിയിട്ട് ഞാൻ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച തിരക്കഥകളിലൊന്നാണ്. തിരക്കഥ നന്നാവുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നന്നാവും. ഇപ്പോ എന്തോ ഇപ്പോ ബാക്കി സിനിമകളിട്ട് കാണുന്ന ടെക്നീഷ്യൻസ് ഒക്കെ
നമ്മൾ വിളിക്കുകയും ഭയങ്കര ഇമോഷണലി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിനെ കുറിച്ചിട്ടും എല്ലാം ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അത്ര ഭയങ്കര റൂട്ടഡ് ആണ് സ്ക്രീൻ പ്ലേ. അപ്പൊ അങ്ങനെ ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ അത്ര നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ആട്ടമാണ് റീസെന്റ് ചെയ്ത്. അതിന് മറ്റേ ദേശീയ അവാർഡ് കിട്ടി ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള. അപ്പൊ സംശയം ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ എന്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കും ലിജോ മോള. ഞാനും ലിജോയും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ, സംശയത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വരാനും കാണാനായിട്ട്. അപ്പോൾ വിനയ് ചേട്ടാ, അപ്പോൾ ഒരു സ്പെഷ്യൽ ആദ്യമായിട്ട് ഞങ്ങൾ ഈ സെഗ്മെന്റ് വിനയ് ചേട്ടനെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് വെച്ചടി കേട്ടായിരിക്കും ഇനി എല്ലാ ആർട്ടിസ്റ്റുകളോടും ഞാൻ ചോദിക്കാൻ ചാറ്റ് വിത്ത് ചാറ്റ് GPT. അപ്പൊ AI തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വിനയ് ചേട്ടനെ പറ്റി AI ചോദിക്കാൻ പറഞ്ഞ് എൻ്റെ തന്നേക്കണം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യു ആർ നോൺ ഫോർ വേഴ്സിറ്റാലിറ്റി, ബട്ട് ഈസ് ദർ എനി റോൾ യു ഹാവ് ഡൺ ദാറ്റ് യു സീക്രറ്റ്ലി റിഗ്രറ്റ്? ചെയ്തു വെച്ച ഏതെങ്കിലും ക്യാരക്ടർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? വെഴ്സിറ്റൈൽ ആക്ടർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തുന്നത് മോശമാണ്. എന്റെ ചോയ്സ് ആണ്, ഞാൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്കത് ഇനി പറയാൻ പറ്റില്ല. ഈ വ്യക്തികളെ ബാധിക്കുന്നൊന്നും പറയാതിരിക്കാന്ന് പറയുന്നതാണ് ബുദ്ധി. ഒരാളുടെ പേരെടുത്ത് പറയേണ്ടി വന്നു കഴിഞ്ഞാല് ഒഴിവാക്കുക എന്നുള്ളത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് മലയാള സിനിമ സ്റ്റോപ്പ്ഡ് ഓഫറിംഗ് യു മീനിങ്ഫുൾ റോൾസ്, കുഡ് യു സ്വിച്ച് ഇൻഡസ്ട്രി ഓർ ക്വിറ്റ് ആക്ടിംഗ്? I'll like switch to other industries. Other industries. എന്നാലും അഭിനയം ഞങ്ങൾ വിടത്തില്ല. ഏത് ഇൻഡസ്ട്രി ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ മേൽ ഞാൻ ആരോപിക്കുന്ന ഒരു കുറ്റം എന്താണെന്ന് അറിയാം. ഞാൻ ഇപ്പൊ റീസെന്റ് ഈ പറയുന്ന പോലെ തന്നെ വെബ് സീരീസും കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് ഒരുപാട് വലിയ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്റെ ജൂനിയേഴ്സും എന്റെ സീനിയേഴ്സും ഒക്കെയാ. അപ്പൊ എന്നെ അവര് കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ആ റിസ്ക് എടുക്കാണ്ട് ഈ പറയുന്ന പോലെ എനിക്ക് എപ്പോഴും മുന്നിൽ നോക്കാൻ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എന്റെ മേലെ ആരോപിക്കുന്ന ഒരു കുറ്റം. ഞാൻ വേറൊരു ഇൻഡസ്ട്രി പോയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അപ്പോ ഞാൻ ഡെഫിനറ്റ്ലി പോകും. ഞാനിപ്പോ അതിന്റെ ഒരു ഹൈറ്റിൽ വന്ന് നിൽക്കുകയാണ്. എനിക്ക് മഹേഷ് ബാബുവിന്റെ പടത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഒന്നും ഭയങ്കര വേഷങ്ങളൊന്നും അല്ല, പക്ഷെ സംഭവിക്കുന്ന റിയാലിറ്റി നമ്മൾ പോയിട്ട് ഒരു റോള് ചെയ്തിട്ട് ആ റോള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാല് ആ റോളാണ് നമുക്ക് വീണ്ടും ബെറ്റർ റോൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ പോയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ ഇമീഡിയറ്റ്ലി ഇല്ല. ഇപ്പൊ നല്ലൊരു ഹിന്ദിയില് നെറ്റ്ഫ്ലിക്സിന്റെ അത്യാവശ്യം നല്ലൊരു സീരീസ് നല്ലൊരു റോള് കിട്ടിയിരുന്നു. അപ്പോഴാണ് സംശയത്തിന്റെ റിലീസ് വന്നത്. ഇപ്പൊ ഞാൻ ആ വെബ് സീരീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്ത സിനിമയുടെ പ്രൊമോഷൻ മുഴുവൻ എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ സിനിമ അത് മുഴുവൻ നികത്തും എന്നുള്ളതാണ്. അത് നല്ലൊരു ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ പല പ്രൊഡ്യൂസേഴ്സും ഇങ്ങനെ വിഷമം അല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷൻസിന് വരുന്നില്ല, ആർട്ടിസ്റ്റുകൾ വരുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ ഈ ഇടയായിട്ട് കുറച്ചധികം കേൾക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ ഒരു വർഷമായിട്ട് മറ്റേ ബിഗ് പ്രൊജക്ട് ഒക്കെ വന്നിട്ടും ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റിസ്ക് എടുത്തു. അതായത് സംശയം ഞങ്ങള് കുറച്ചു നേരത്തെ റിലീസ് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാനിപ്പോ വെബ് സീരീസിന് പോയി അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായേനെ. നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം ചിലപ്പോ അത് ഹ്യൂമർ പരിപാടി ആയിരുന്നു. എങ്ങാനും എന്റെ പരിപാടി വർക്കായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത് വന്നല്ലോ ഇനി വരും അങ്ങനെ. പക്ഷെ ഈ സിനിമയുടെ റിലീസ് ഒരു തവണ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം ഈ സിനിമയുടെ ഉണ്ടാകേണ്ട ഒരു റീച്ചിന്റെ പകുതി കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഞാൻ വേറെ ഒരു പരിപാടി ചെയ്യാണ്ട് രാവിലെ മുതൽ രാത്രി വരെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ ട്രൂത്ത് അബൌട്ട് ദ ഫിലിം ഇൻഡസ്ട്രി ദാറ്റ് നോബഡി ടോക്സ് അബൌട്ട് ബട്ട് യു വിഷ് മോർ പീപ്പിൾ ന്യൂ? ആർക്കും അറിയാത്ത ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു സീക്രട്ട്, പക്ഷെ ആരും അങ്ങനെ പറയത്തില്ല. പക്ഷെ ചേട്ടൻ ഇപ്പൊ വിചാരിക്കുകയാണ്, കെന്നാ ഷോയിൽ വിചാരിക്കുകയാണ് ഇത് കുറച്ച് പേര് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ ഫിലിം ഇൻഡസ്ട്രിയിൽ? ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ സങ്കടങ്ങളോ ആക്ടേഴ്സ് അനുഭവിക്കുന്ന സങ്കടങ്ങളല്ല, ആരോപണങ്ങളില്ലേ, ആരോപണങ്ങളുടെ റിയാലിറ്റി ഉണ്ടല്ലോ. ഇയാൾ ഇങ്ങനെ ചെയ്തു, ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നു, ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകള് മറ്റേ ഇത് ഉപയോഗിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു.
ഇതെല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നില്ലേ? എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നില്ലേ? എന്തുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രി മാത്രം പറയപ്പെടുന്നു? അതിന്റെ റീസൺ എന്താണെന്നറിയോ? ഈ നിങ്ങൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും മുഖമുണ്ട്, എല്ലാ ആളുകൾക്കും പരിചിതമാണ്. തിരിച്ചറിയുന്നതുകൊണ്ട് പറയുന്നതിലൊരു സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിൽ ആരോപിക്കപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയാലോ, എന്ത് ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തറിയാന്ന്? ഫിലിം ഇൻഡസ്ട്രി നടക്കുന്നൊക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട് ഇല്ലേ? എല്ലാ ഇൻഡസ്ട്രിയിലും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് IT വർക്ക് ചെയ്യുന്നുണ്ട്. അവന്മാരെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ അളിയായി നിങ്ങളുടെ പരിപാടി നടക്കുന്നില്ലേ? അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, മറ്റേ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അവിടെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടാവും. പക്ഷെ ആളുകൾക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം പിന്നെ പറയണോ? ആക്ടേഴ്സിന്റെ കാര്യം പിന്നെ പറയണോ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവര് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന ആള് ചെയ്തു? ഈ ഒരു വ്യത്യാസമുണ്ട്. നല്ലൊരു ആൻസർ ആയിരുന്നു കേട്ടോ. Has there ever been a moment where you felt like giving up acting entirely? അഭിനയൊക്കെ നിർത്താൻ അങ്ങനെ ഉണ്ടോ? മറ്റേ ഒരു ഇമോഷൻ വെച്ചിട്ടുള്ള ഒരു മാരത്തനാണ്. പക്ഷെ ചേട്ടൻ അങ്ങനെ നിർത്തണം തോന്നിയിട്ടുണ്ടോ? നിർത്തണം എന്നുള്ളതല്ല, ഈ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റും മൂഡ് സ്വിങ്സും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കര, ഞാൻ മനസ്സിലാക്കി ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ വിചാരിച്ച ചേട്ടന് അഭിനയം അത്ര ഇഷ്ടമാണല്ലോ, അപ്പൊ എന്ത് വന്നാലും അത് അഭിനയം നിർത്താനൊന്നും പറ്റുന്നില്ല. പക്ഷെ ചില ഭയങ്കര ഈ പറയുന്ന പോലെ ചിലപ്പോ നിമിഷങ്ങൾ ഉണ്ടാവും, നമ്മൾ അത് അതിജീവിച്ച് മുന്നോട്ട് പോകും. ചില സമയത്ത് മറ്റേ മൂന്നാറൊക്കെ പോയിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി സബർജലിത്തോട്ടാണോ അങ്ങനെ എന്തെങ്കിലും സ്ട്രോബെറിയോ സബർജലിയൊക്കെ നട്ട് ഈ പറയുന്ന കോമ്പറ്റീഷൻ എന്നൊക്കെ മാറി ആളുകളോട് ഞങ്ങൾ ഭയങ്കര യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. അതിന്റെ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ഞാൻ പുതിയൊരു സെറ്റിൽ പോകുന്നു, 100 ചില്ലാനം പേരായിരിക്കും. ലക്കിലി ഞാൻ എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട്, ഇപ്പൊ നമ്മള് ഭയങ്കര കമ്പനി ആയില്ലേ, നമ്മള് പല വർഷത്തില് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോ ഒരു തവണ കാണുന്ന ആളുകളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെ ബ്ലെസ്ഡ് ആണ്. ഞാൻ എല്ലാ മനുഷ്യരോടും കണക്റ്റഡ് ആവുന്ന ആളാണ്. ചില ആളുകൾ അങ്ങനെ ആവില്ല. അപ്പൊ ഞാൻ ഓരോ സെറ്റിലും 100 ചില്ലാനം പേരോട് ഇടപഴകേണ്ടി വരും. അപ്പൊ ടഫ്. ഇത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പോലെ തന്നെ ചലഞ്ചിങ് ആണ് പലതും. ഓക്കെ. ഇപ്പൊ ഈ മൂന്നാറില് ഇത് പറഞ്ഞപ്പോഴേ സ്ഥലവും മേടിച്ച സബർജലി തോട്ടം അങ്ങ് തുടങ്ങിക്കൂടായിരുന്നു? എന്തായാലും ഇത്ര ആൾക്കാര് ഇങ്ങനെ പോകണമെങ്കിൽ തുടങ്ങേണ്ടി വരും തോന്നണോ? നമുക്ക് പക്ഷെ മേടിക്കണേ മൂന്നാറ് തന്നെ മേടിക്കണം. അല്ല, ഞാൻ ഊട്ടിയിലായിരുന്നു സബർജലി തോട്ടം ആ പടത്തില്. ശരിയാ, ഊട്ടിയായിരുന്നു. ശരിയാ, ഊട്ടി വരെ പോണ്ടേ? മൂന്നാറാകുമ്പോ കുറച്ചും കൂടെ അടുത്തല്ലേ? അത് നല്ല റിലാക്സ് ചെയ്ത് അങ്ങ് പോവാലോ. എന്താ അല്ല, മൊത്തം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടാണോ? അല്ല അല്ല. അപ്പൊ ഇവിടെ അടുത്തല്ലോ. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാനാണ്. ഡ്രൈവർ വണ്ടി ഓടിക്കും. ചേച്ചിക്ക് ഓടിക്കാൻ അറിയോ? വൈഫിന് കാർ ഓടിക്കാൻ അറിയുള്ള കാര്യമായിട്ട് ഓടിക്കാറില്ല. ഡ്രൈവർ ഓടിക്കും. ഞാൻ കൂടുതൽ ഇരിക്കുന്ന കാര്യം എപ്പോഴും നമുക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഡ്രൈവർ ഓടിക്കും. ഓക്കെ. You have played characters that made people laugh and cry. Do you ever feel typecast despite your range? മറ്റേ ബ്രൂട്ടലി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രൂട്ടലി ടൈപ്പ് കാസ്റ്റ്. പിന്നെ എന്താണെന്നറിയോ, എനിക്ക് മറ്റേ കോൾ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇത് എന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു, ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് എന്റെ ചെറുക്കൻ പട്ടിണി, വേറൊന്നും സംഭവിക്കില്ല. ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ അടുത്ത ആള് ചെയ്യും. ഞാൻ ഒരു 3 മാസം 4 മാസം എന്നെ കാണാണ്ടിരുന്നു കഴിഞ്ഞാല് ഞാൻ എന്ന് പറയുന്നത് നടനെ ഇല്ലാണ്ടായി പോകും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോൾ എടുക്കാൻ പറ്റില്ല. പക്ഷെ ബ്രൂട്ടലി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ചേട്ടൻ ഈ ആക്ടിങ് ഇതൊന്നും ഫ്യൂച്ചറിൽ ചെയ്യാൻ ഇതല്ലായിരുന്നെങ്കിൽ എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്താണ്? ജസ്റ്റ് അങ്ങനെ ഇമാജിൻ പോലും ചെയ്തിട്ടുണ്ട്? കാരണം 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴേ ആക്ടർ ആവണം എന്ന് തീരുമാനിച്ചു. റീസെന്റ് ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നാളൊരു സിനിമ ഡയറക്ട് ചെയ്യണം. ഞാൻ ചോദിക്കാനിരിക്കും, ഇത്രയും തിരക്കഥകൾ ഇത്രയും ഡെപ്ത് ആയിട്ട് പഠിച്ചെഴുതുന്ന ആൾക്കൊരു തിരക്കഥ എഴുതാനും ഈ ഡയറക്ഷനൊക്കെ തോൽവിയായിരിക്കും. എഴുത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മേഖല എഴുത്തുകാരെയാണ്. ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ആക്ടറിനെ നായകനാക്കണം എന്നാണ് ആഗ്രഹം? ഞാൻ അങ്ങനെ വലിയ സ്റ്റാർസിനെ വെച്ച് പടം ചെയ്യില്ല. അല്ല, ഞാൻ ടു സ്റ്റാർട്ട് വിത്ത്. പിന്നെ ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ആലോചിക്കും, ഞാൻ ഒരിക്കലും ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന പരിപാടിനെ കുറിച്ചിട്ട് കൂടി ആലോചിക്കുന്നില്ല. ഞാൻ ഏറ്റവും ഇപ്പൊ ഒരുപക്ഷെ ഞങ്ങൾ ഒരു 8-10 പേരൊക്കെ ചേർന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ വല്ല ഇൻഡിപെൻഡന്റ് സിനിമയോ അല്ലെങ്കിൽ വെബ് സീരീസോ അങ്ങനെ ഒരു 100 പേരൊന്നും എനിക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല.
എനിക്ക് പറയുന്ന പോലെ ആക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ടുപേരാണ് അഭിനയിക്കണമെങ്കിൽ ഒരു ക്യാമറയൊക്കെ അവിടെ വെച്ച് അങ്ങനെ ചിലപ്പോ ആരുമില്ലാണ്ട് നിങ്ങളെ മാത്രം അഭിനയിക്കാനൊക്കെ അനുവദിച്ച് നിങ്ങളെ ഭയങ്കര ഒരു പെർഫോമൻസിന്റെ ഒരു ഭയങ്കര ഒരു ട്രൂത്തും ആ സോളൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന പോലത്തെ സിനിമകളൊക്കെയാണ് എന്റെ മനസ്സിലുള്ളത്. അല്ല ഇപ്പൊ കൊമേഴ്ഷ്യൽ സിനിമകളെ പറ്റിയും ചിന്തിക്കേണ്ട ഒരു സമയം ആയിട്ടില്ല, അതിനുള്ള പക്വത എനിക്ക് ആയിട്ടുണ്ടാവില്ല ആസ് എ ഫിൽം മേക്കർ. ഓക്കെ ഓക്കെ അങ്ങനെ പഠിക്കണമല്ലോ, ഓരോ സ്റ്റേജും ഈ പറയുന്ന പോലെ ഭയങ്കര ടഫാണ്. ഞാനിപ്പോ ഓടും കുതിര ചാടും കുതിര ചെയ്യുമ്പോ ഞാൻ അൽത്താഫിനോടൊക്കെ പറയും, ഞാൻ ആളിയോ നിങ്ങളൊക്കെ സമ്മതിക്കണമെന്ന് പറയും. അത് 100-300-400 പേരൊക്കെ സെറ്റിലൊക്കെ ഉണ്ടായിട്ട് വലിയ ക്രൗഡും വലിയ ക്യാൻവാസിൽ ഷൂട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മാലിക് പോലുള്ള സിനിമ എന്നൊക്കെ പറയുന്ന ഒരു വലിപ്പം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും സിനിമകൾ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു ഫുൾ ലെങ്ത് സൈലന്റ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ പറ്റുമോ ചേട്ടന്? പറ്റും, പിന്നെ ഈസി ആയിട്ട് പറ്റും. ഇവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ, തിയേറ്ററാണ്. ശരിയാ, ഞാനൊരു സിനിമ നടൻ മാത്രമായിരുന്നെങ്കിൽ എനിക്കത് പറ്റില്ല. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് നല്ലൊരു ഫിലിം മേക്കർ ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ലാർജർ ഓഡിയൻസിന്റെ അടുത്ത് നിങ്ങളുടെ ഓരോ എക്സ്പ്രഷനും കൊണ്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില സീൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ പിന്നെ ശരീരം എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. ബോഡി ലാംഗ്വേജിൽ കൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ പറയാന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഞാൻ 1-2 പ്ലേ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. മറ്റേ തൃശ്ശൂരുള്ള ഒരു ചേട്ടന്റെ പേരുണ്ടായിരുന്നു, അല്ല ഞാൻ ഇടയ്ക്ക് പറയില്ല, അപ്പയുടെ ഫ്രണ്ടാന്ന് പറയണ. അയ്യോ ഇപ്പൊ മിന്നൽ മുരളിയിലൊക്കെ ഉണ്ട്. അയ്യോ പ്രതാപൻ ചേട്ടൻ എന്റെ പപ്പയുടെ ഫ്രണ്ടാ. അപ്പൊ പ്രതാപൻ ചേട്ടന്റെ ഇങ്ങനെ നാടകങ്ങൾ എല്ലാം ഭയങ്കര സജീവമാണ്. ഇപ്പൊ ഇങ്ങനെ പ്ലേ വരുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂർ വരുമ്പോഴൊക്കെ അങ്ങനെ ഞാൻ 1-2 പ്ലേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഒരു റിങ്ങറിന്റെ ഒരു നാടകം ഉണ്ടായിരുന്നല്ലോ എറണാകുളത്ത്, ലൈബ്രറിയുടെ ഗ്രൗണ്ടിൽ വെച്ച്. അത് നാടകം ഇവർക്ക് ഇതുണ്ടല്ലോ, കാട്ടെന്ന് പറഞ്ഞ ഒരു സംഘടനയില്ലേ, കാട്ട് നടത്തുന്ന. അപ്പൊ അങ്ങനെ ജോൺസൺ മാഷൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കുഡ് യു ലീവ് വിതൗട്ട് യുവർ ഫോൺ ഫോർ എ വീക്ക്? ഒരു വീക്ക് ഫോൺ ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? സുഖമായിട്ടാണോ പറഞ്ഞൂടാ, പക്ഷെ ജീവിക്കാൻ പറ്റും. ജീവിക്കാൻ പറ്റും. ഓക്കെ, ഒരു മാക്സിമം എത്ര വീക്ക് പോകും? ചിലപ്പോ അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും, പണിയില്ലാണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇതിന്റെ മെയിൻ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഫോണിൽ കൂടെയാണല്ലോ എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ ഫോൺ ഇല്ലായ്മ എന്ന് പറയുന്ന, ഫോൺ ഇല്ലാണ്ടാക്കി ജീവിക്കാനൊക്കെ പറ്റും. ഇപ്പൊ സംശയത്തിൽ കാണിക്കുന്ന പോലെ ഫുൾ ടൈം ഇങ്ങനെ ഇപ്പൊ ബ്രേക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ കൂട്ടത്തിലാണോ റീൽസ് കണ്ട്? അല്ലെങ്കിൽ ആണ് അത്യാവശ്യം. റീലല്ല, റീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിപരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്തേക്കണെന്ന് അറിയാം, ഒരു 60% എഡ്യൂക്കേഷണൽ പരിപാടികളാ. ആക്ടിങ് റിലേറ്റഡ്, ഹെൽത്ത്, അങ്ങനത്തെ കുറെ പരിപാടികളാണ് നമ്മുടെ ഫീഡ്സ്. പിന്നെ മൊത്തം മോസ്റ്റ്ലി ഒരു 40% എന്റർടൈൻമെന്റും ബാക്കി ഒരു 60% എഡ്യൂക്കേഷനും കണക്റ്റഡ് ആണ്. അപ്പൊ അത് എന്റെ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവുകേടാണ്. ഇത്ര നേരം കുത്തിരിക്കേണ്ട ഒരു കാര്യമില്ല, ഇത് എഡിക്ഷൻ തന്നെയാണ്. അപ്പോ ഈ സ്റ്റാർ ആയിട്ട് അത് മാറ്റിയിട്ട് മറ്റേ 1100 ആക്കാന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, സ്റ്റാർ ആകുന്നില്ല. അപ്പൊ ഇപ്പോഴും ഇത് ചുമക്കുകയാണ്. സ്റ്റാർ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആളുകളെ ഫോൺ മാത്രം എടുത്താൽ മതിയല്ലോ. ഇപ്പൊ നമ്മള് മറ്റേ എല്ലാം അറിയണ്ടേ, ഏതൊക്കെ സിനിമകൾ കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ എല്ലാം നമ്മളല്ലേ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ പേജ് മാനേജ് ഇല്ല, ഞാൻ തന്നെ. അപ്പൊ മോസ്റ്റ്ലി അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതെല്ലാം ചെയ്യണമല്ലോ. അപ്പൊ അതും ഒരു എക്സ്ക്യൂസ് ആണ് ഇൻഫാക്ട്. കാര്യം ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണം, ആളുകൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണമല്ലോ. അപ്പൊ ഒരു സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട, പക്ഷെ സ്റ്റാർ ആകുന്നില്ല. Could you play a villain with a funny accent? പിന്നെ പൊളിക്കും ഞാൻ. എന്റെ ഭയങ്കര കംഫർട്ട് സോൺ അല്ലേ അത്. എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റും, എനിക്ക് വില്ലൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മെർജ് ചെയ്താൽ ഭയങ്കര പൊളിയായിരിക്കില്ലേ അങ്ങനത്തെ ക്യാരക്ടർ അല്ലേ? കണ്ടോണ്ടിരിക്കുന്ന ചേട്ടാ മറ്റേ ഡയറക്ടേഴ്സ്, ഭയങ്കര ഡയറക്ടറൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇത് കണ്ട് അതെ, വില്ലൻ പ്ലസ് ഫണ്ണി, ഫോട്ടോ പിക്സ്. ഓ ChatGPT കൊള്ളാട്ടോ. Could you eat only സദ്യ for a month? സദ്യ മാത്രം ഒരു മാസം കഴിക്കാൻ പറ്റുമോ?
ഇല്ല. നോൺ വെജിന്റെ ആളാണോ? അല്ല ബോറടിക്കില്ല സാധനം. ഒരെണ്ണം തന്നെ റിപ്പീറ്റ്. ഒന്നാലോചിച്ച രാവിലെ ഉച്ചക്ക് രാത്രി സദ്യ കഴിക്കാൻ പറ്റുമോ? സദ്യ അല്ല, ഈ വെജിറ്റബിൾസ് മാത്രം കൊണ്ട് അങ്ങനെ വെജിറ്റേറിയൻ ആയിട്ട് പറ്റും. ഓക്കെ. അങ്ങനെ നോൺ വെജ് ഐറ്റംസ് നോൺ വെജ് ആണ് ഞാൻ ബേസിക്കലി. എങ്കിലും ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻ അല്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ബാലു വർഗീസ് ഉണ്ടല്ലോ, അപ്പൊ ബാലുവിന്റെ വീട്ടിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോ മറ്റേ അവിടുത്തെ ഒരു മറ്റേ ലൈബ്രറിയുടെ എന്തോ പരിപാടിക്ക് ഞാൻ പോയതാ. അപ്പോൾ ബാലുവിന്റെ വീട്ടിലെ ഭക്ഷണം ആദ്യം മറ്റേ ഫിഷ് മോളിയും അപ്പവും, അത് കഴിഞ്ഞിട്ട് പോർക്കിറച്ചിയും അപ്പവും, അത് കഴിഞ്ഞിട്ട് മറ്റേ മട്ടൻ കറിയും മറ്റേ ചോറെന്തോ, അത് കഴിഞ്ഞിട്ട് മറ്റേ ചിക്കൻ ഫ്രൈയും, അതും ഫുൾ നോൺ വെജ്. എനിക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റിയാണ് ഭക്ഷണമൊക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. എനിക്ക് പച്ചക്കറി ഉണ്ടല്ലോ, ഇപ്പൊ തോരനും അതും ഇതുമൊക്കെ വെച്ചിട്ടുള്ള, ഇപ്പൊ ചോറ് തന്നെയാണ്, മീൻകറി ആണെങ്കിലും ഒരു കേബേജ് തോരനും അല്ലെങ്കിൽ മറ്റേ മച്ചിങ്ങയോ മറ്റേ അങ്ങനെ പച്ചക്കറികളുടെ കൂടെയാണ് മീൻകറി കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് മീൻകറിയും ചോറും മാത്രം എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിക്കൻ കറിയും ചോറും മാത്രം ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് എപ്പോഴും പച്ചക്കറിയുടെ കൂടെ കഴിക്കേണ്ടി വരും. ഒരു നോൺ വെജിന്റെ ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. ഓക്കെ. ഇനി വിച്ച് മലയാളം മൂവി ക്യാരക്ടർ ഡു യു സീക്രറ്റ്ലി വിഷ് യു പ്ലേഡ്? ഒരു മലയാളം മൂവി ക്യാരക്ടർ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഇതെനിക്ക് ചെയ്താൽ കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് തോന്നിയത്? തോന്നിയിട്ടില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പടം കണ്ടിട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. ഓക്കെ. മലയാളം അല്ലെങ്കിൽ തമിഴോ വേറെ ഇൻഡസ്ട്രി മാറ്റി പിടിക്കാൻ നോക്ക്, തമിഴോ അങ്ങനെയൊക്കെ? എനിക്കെന്തോ അങ്ങനെ തോന്നാറില്ല. അവര് എപ്പോഴും നമ്മൾ ഭയങ്കര സ്റ്റുഡിയോസ് ആയി നോക്കിയിട്ട് ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതേത് ക്യാരക്ടർ? അതേപോലത്തെ ഒരു ക്യാരക്ടർ അത് കഥാപാത്രങ്ങളിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു എവിടെയോ ഈ മറ്റേ ഭയങ്കര ഒരു പടം ഭയങ്കര സക്സസ്ഫുൾ ആവുമല്ലോ, അപ്പൊ നമ്മൾ ആലോചിക്കും ഓക്കെ ഈ പടത്തിൽ നമ്മളൊരു മേജർ റോള് പ്ലേസ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലോ. അങ്ങനെ പറയാണ്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ലാലേട്ടനെ പോലെയാണല്ലോ. അതല്ല പറഞ്ഞു വെച്ചാ പറഞ്ഞു, ഇല്ലാന്ന് വെച്ചാ ഇല്ല. ഇത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. പക്ഷെ അതിന് മുന്നേ ഞാനൊരു ബോർഡ് തരാം. ഓക്കെ. ഒരു എസ് ഓർ നോ ആണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കും. എസ് ഓർ നോ കാണിക്കുക, പെട്ടെന്ന് കാണിക്കുക, വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട്. എനിക്ക് കറക്റ്റ് ആൻസർ വേണേ. ഓക്കെ. ഹാവ് യു എവർ ഫോർഗട്ടൻ യുവർ ലൈൻസ് ഓൺ സ്റ്റേജ് ഓർ ഇൻ എ ടേക്ക്? നാടകം കളിക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അങ്ങനെ ലൈൻസ് മറന്നിട്ടുണ്ടോ? മറന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ അത് ഡീൽ ചെയ്തത്? കാരണം അത്ര ഓഡിയൻസ് ഇരിക്കല്ലേ. ഓക്കെ. തന്നതായ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യും. ഞാൻ പൊതുവേ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നന്നായി അഭിനയിച്ചു എന്നൊക്കെ പറയുന്ന മെജോറിറ്റി സിനിമകളിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ലൈൻ എഴുതി തന്നിട്ട് അത് തന്നെ പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയോ പരിമിതപ്പെടുകയാണ്. ഒരു മെജോറിറ്റി സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന മെജോറിറ്റി സിനിമകളിൽ ആ ലൈനിന്റെ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഞാനൊരു ലൈൻ കെന്നോട് പറയാണ്, അപ്പൊ അത് ആ ലൈൻ പറയുന്നതിന് എനിക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്താൽ മതി. എനിക്ക് എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന വേഴ്സറ്റാലിറ്റിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിയൽ ലൈഫ് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. ലൈൻ എഴുതിയിട്ടുണ്ട് അത് തന്നെ പറയണമെന്ന് പറയുമ്പോൾ അതൊരു പരിമിതി തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും. കാര്യം ലൈക്ക് ഐ എം എ പ്രൊഫഷണൽ ആക്ടർ, ഐ എം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ. മനസ്സിലായി. ഓക്കെ. ഹാവ് യു എവർ ലാഫ്ഡ് അൺകൺട്രോളബിളി ഡ്യൂറിങ് എ സീരിയസ് സീൻ? ഒരു സീരിയസ് സീൻ എടുത്തോണ്ടിരിക്കുമ്പോ ചിരിച്ച് ഇല്ല? ഞാൻ എന്റെ കൂടെ അങ്ങനെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കള്, തൊട്ടാ ചിരി വരും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര എനിക്ക് അങ്ങനെ ചിരിയൊന്നും വരാറില്ല. ഇങ്ങനെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ മദ്യം പറഞ്ഞ് ചിരിച്ചയക്കുന്നതില്ല, ഇങ്ങനെ ഭയങ്കര അൺകണ്ടീഷണലി. കൂട്ടുകാരൊക്കെ ആയിട്ടുള്ളപ്പോ എന്റെ ഈ ആട്ടത്തിലുള്ള കൂട്ടുകാരില്ല, അതുപോലെ സനോഷ് എന്ന് പറഞ്ഞിട്ട്, സനോഷ് അമ്പലത്തില് ജോലി എടുക്കുന്ന ഒരാളുടെ റോളാണ് ചെയ്തത്. അവൻ ലൈഫിലും അമ്പലത്തില് ജോലി എടുക്കുന്ന ആളാണ്. അപ്പൊ സനോഷ് അല്ലെങ്കിൽ എന്റെ ഏറ്റവും ഈ ആട്ടത്തിലെ ആക്ടേഴ്സ് എന്ന് പറയാൻ വേണ്ടി അതില് ഒരു ഭൂരിഭാഗം പേരും എന്റെ ഏറ്റവും കംഫർട്ട് സോണിലുള്ള ആളുകളാണ്. അപ്പൊ ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ നമ്മളെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പബ്ലിക് പരിപാടിക്ക് പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ എന്റെ ഒരു ഉപബോധ മനസ്സിലുണ്ട് ഞാനൊരു നടനാണെന്നുള്ളത്. അപ്പൊ ഞാൻ എവിടെയോ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും, എന്നെ കൺട്രോൾ ചെയ്യും.
പക്ഷെ ഞാൻ അവരുടെ ഇടയിലാവുമ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലിമിറ്റ്സ് ഇല്ല. ഇല്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറയും. അപ്പൊ അങ്ങനെ ഞങ്ങള് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. നന്ദനുണ്ണി എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുണ്ട്, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആട്ടത്തില് ഒക്കെയുണ്ട് നന്ദൻ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചേരുമ്പോ ഞങ്ങള് ഇതില്ല, സെൻസർ ബോർഡ് ഇല്ല ഞങ്ങൾക്ക് ആർക്കും. നമുക്ക് എന്തും പറയാം, ചിരിക്കാം, പരസ്പരം ട്രോളാം, എന്തും ചെയ്യാം. ഡു യു സ്റ്റോക്ക് യുവർ ഓൺ മൂവി റിവ്യൂസ് ഓൺലൈൻ? ചേട്ടൻ തന്നെ അഭിനയിച്ച റിവ്യൂ വായിക്കാറുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്തെങ്കിലും ജെന്യുവൻ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാറുണ്ട്. പ്രൊഡക്റ്റീവ് ആണെങ്കിൽ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതാണല്ലോ നമ്മൾ ഈ മാറ്റം എന്ന് പറയുന്ന വരണമല്ലോ. നമുക്ക് എല്ലാം അറിയുന്ന ആളൊന്നും അല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയും. ഇപ്പൊ ഞാൻ കെന്നേനെ കണ്ടു, എനിക്ക് കെന്നയിൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള നിങ്ങളൊരു ക്യാരക്ടർ പരിപാടി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് എന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കും. ഇപ്പൊ ലാസ്റ്റ് ഈ സംശയത്തിന്റെ മ്യൂസിക് ചെയ്ത് ഹെഷ്റാം അബ്ദുൽ വഹാബാണ്. ഹെഷ്റാം ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ആളാണ്. ഒരാളെ ചീത്ത പറയണമെങ്കിൽ പൊളൈറ്റ് ആയിട്ട് പറയുള്ളൂ, ഭയങ്കര പൊളൈറ്റ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ എനിക്ക് വർക്ക് ആവില്ല, ഞാൻ ലൈഫിൽ അങ്ങനെ പൊളൈറ്റ് ആയിപ്പോ പെട്ടുപോകില്ല. പക്ഷെ ഞാൻ അത് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. Okay. Do you think you can survive a day without coffee? Yes or no? Yes or no കാണിക്കണം കേട്ടോ നമ്മുടെ ബോർഡ്. യെസ്. കോഫി അഡിക്റ്റ് കോഫിയും മറ്റേ ചായയും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാട്ടോ. ഓക്കെ. ചായ ഞാൻ 2 ചായ ഡെഫിനറ്റ്ലി കുടിക്കും. ഞാൻ കള്ളു കുടിക്കൂല, സിഗരറ്റ് വലിക്കില്ല. പക്ഷെ ഇതുണ്ട്. അപ്പൊ പക്ഷെ ഒരു ദിവസം കുടിക്കണ്ടെന്ന് വെച്ചാൽ കുടിക്കാണ്ടിരിക്കാൻ പറ്റും. ഓക്കെ. ഹാവ് യു എവർ ലൈഡ് ഇൻ ആൻ ഇന്റർവ്യൂ? യെസ് ഓർ നോ? കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇന്റർവ്യൂല്? യെസ്. ഈ ഇന്റർവ്യൂല് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, പക്ഷെ അത് ഇതിന്റെ ഒരു ഭാഗമല്ലേ. എല്ലാം സത്യം പറയാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? എന്റെ ഇന്റർവ്യൂല് സത്യം പറയാൻ. ഡു യു ബിലീവ് ഇൻ ഗോസ്റ്റ്? യെസ് ഓർ നോ? ബോർഡ് വെക്ക്. നോ. പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. ഓക്കെ. ചിലപ്പോ സ്പിരിറ്റ് ഉണ്ടാവും, മോശം സ്പിരിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. മറ്റേ സാരി ഉടുത്ത് വരുന്ന പരിപാടി ഒന്നും എന്തായാലും ഇല്ല. അറിയില്ലോ, ഇപ്പൊ മോഡേൺ ആയി. ഇവിടെ ആളുകള് വെള്ള സാരിയെ കൊടുത്ത് കറങ്ങിയത്. ഓക്കെ. കുഡ് യു ലൈക്ക് ടു ആക്ട് ഇൻ എ റിയാലിറ്റി ടിവി ഷോ? നോ. അത്യന്തികമായിട്ട് ജീവിതമാണ്, നാളെ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ചെയ്യേണ്ടി വരും. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ. ഹാവ് യു എവർ ഗൂഗിൾഡ് യുവർ സെൽഫ്? ചേട്ടനെ പറ്റി തന്നെ ചേട്ടൻ ഗൂഗിൾ ചെയ്തിട്ടുണ്ടോ? ഗൂഗിൾ ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയുള്ളൂ. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അടിച്ചു നോക്കൂല. ചെയ്തിട്ടുണ്ടാകാം എപ്പോഴെങ്കിലൊക്കെ. റീസെന്റ് ഒന്നുമില്ല. പണ്ട് വെറുതെ ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണില്ലേ, നമ്മൾ ആദ്യം നമ്മുടെ പേരടിച്ചു കഴിയുമ്പോ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ പണ്ടെന്തോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണങ്ങൾ എനിക്ക് നേരെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഏതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറിയേക്കുന്നത്? അങ്ങനെ ഭയങ്കരമായിട്ടില്ല, എന്നാലും ചെയ്യാത്ത കുറ്റത്തിന് ആരോപണങ്ങളൊക്കെ നിരന്തരം വരാറുണ്ട്. ഭാര്യയൊക്കെ പറയും, എടാ ഇത് ഇവിടെ വെച്ചിരുന്നല്ലാതെ കാണാത്തത് എടുത്ത് മാറ്റി. ഞാൻ ജീവിതത്തിലല്ല, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയ ഫോട്ടോ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഉണ്ടാവും. ഞാൻ സ്മോക്ക് ചെയ്യില്ല, അതായത് ഞാൻ സിഗരറ്റ് വലിക്കില്ല, ഞാൻ കള്ളു കുടിക്കില്ല. എവിടെയോ ഞാൻ എന്തോ പുഷറാണെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ഞാൻ കഞ്ചാവ് കടത്തുന്ന ആളോ അല്ല, ഞാൻ കഞ്ചാവ് മാഫിയയിൽപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ കൂട്ടുകാർ കോമഡിയാണ്, ഈ പോക്ക് കള്ളോടി കുടിക്കൂലെന്ന് പറഞ്ഞിട്ട്. ഒരു ബ്രാൻഡ് പോലെ ഒരു ഗ്ലാസ് ബ്രാൻഡി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ഞാൻ കഞ്ചാവിന്റെ പുഷർ. എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ റീസെന്റ് ഞാൻ ദുബായി പോയിട്ട് ഒരു ഉദ്ഘാടനം എന്തോ, ഞാൻ ദുബായിലുള്ളപ്പോ ഒരു കൂട്ടുകാരുണ്ടാ ഇതേപോലെ ലോ ഫോമിന്റെ ഉദ്ഘാടനമാണ്, അതിന് പോവാന്ന് പറഞ്ഞിട്ട് പോയത് കൊണ്ടിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ ചാനലില് സ്ക്രോള് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളും ഞാനും തമ്മില് സുഹൃത്തുക്കളോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് ആരോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, എന്നെ ശരിക്കും പിടുത്തം കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ. ഞാൻ സത്യം പറയട്ടെ, ഇത് ചാറ്റ് GPT തന്ന ക്വസ്റ്റ്യൻ ഞാൻ കയ്യിൽ നിന്ന് ഇട്ടതായിരുന്നു ആ ലാസ്റ്റ്.
ഇതിന്റെ ക്വസ്റ്റ്യൻ തീർന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാനുള്ള കണ്ടോ. അപ്പൊ ഇത് അറിയാൻ പറ്റി.